അങ്ങനെയാണ് കേരളമൊട്ടാകെ എന്തിന് സമസ്ത ഭിന്നിച്ചു എന്ന് ചർച്ച ചെയ്യാൻ മേഖലാ സമ്മേളനങ്ങൾ വിളിക്കാൻ തീരുമാനിച്ചു. മേഖലാ സമ്മേളനം എന്ന് പറയുമ്പോൾ പണ്ഡിത സമ്മേളനം. സാധാരണക്കാരാകുമ്പോൾ അറ്റാക്ക് ചെയ്ത് ചോദിച്ചോ, വലിയമാർ പലരും പിന്നെ ഓലെ ചെലവിൽ ജീവിക്കുന്നവരാവും. അപ്പോൾ ഓലെ പണ്ഡിത സമ്മേളനമാണ് ഈ കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പുള്ള ആഴ്ചയിലുമായി കേരളം മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിലും നടന്നു. പെരിന്തൽമണ്ണയിൽ എന്താ വിശദീകരിക്കുന്നത്? സമസ്ത എന്തിന് ഭിന്നിച്ചു, ശംസുൽ ഉലമക്ക് എന്താ കുഴപ്പമെന്നാ വിശദീകരിക്കുന്നത്. നമ്മുടെ മജ്ലിസുകൾ എത്രമാത്രം അവർക്ക് പ്രഹരമുണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കേരളം മുഴുവനും മേഖലാ പണ്ഡിത സമ്മേളനങ്ങൾ വെച്ച് പ്രവർത്തകരെ എന്തിന് സമസ്ത ഭിന്നിപ്പിച്ചു എന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് കിട്ടൂലല്ലോ ക്ലിപ്പ്. അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ നടത്തിയ എല്ലാ സംഭവം നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ നിങ്ങൾ തന്നെ അയച്ചെന്നാണ്, ഞങ്ങൾ ആരും പൈൽ വന്നിട്ടില്ല. നിങ്ങളെ മുന്നിലിരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഏജൻറ്റുകളാണ് എന്നുള്ളത് മറക്കണ്ട. പെരിന്തൽമണ്ണ സമ്മേളനത്തിൻ്റെ പൂർണ്ണ വിവരം എനിക്ക് കിട്ടി. അതുപോലെ മഞ്ചേരിയിൽ അവരുടെ ഫലാഹിൽ വെച്ച് നടന്നതിൻ്റേത് കിട്ടി. പലരും പറഞ്ഞ് കിട്ടി. പക്ഷേ ഒന്ന് പത്തപിരിയൻ സഖാഫിൻ്റേതാണ്, മറ്റൊന്ന് വേറൊരു സഖാഫിൻ്റേതാണ്. അങ്ങനെ ഇവർ പറഞ്ഞൊക്കെ ഇങ്ങനെ കേട്ടു നോക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ലിപ്പിട്ടാൽ മറ്റേ ആൾ വന്നിട്ട് പറയും പിന്നെ അത് പണ്ട് മർക്കസിലെ മുദ്രിസ് ചെയ്യുന്നു, ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല എന്നറിഞ്ഞാൽ. അങ്ങനെയാണ് പിന്നെ സമസ്ത മുശാവറ പിന്നെ വലിയൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. ഓൽക്ക് പിന്നെ തെറ്റ് പറ്റാൻ പാടില്ല. അങ്ങനെയാണ് ഈ അടുത്ത് നമുക്ക് 40-ൽപ്പെട്ട അലവി സഖാഫി തന്നെ സമസ്ത ഭിന്നിപ്പ് ചർച്ച ചെയ്യുന്നത് കിട്ടിയത്. അതുകൊണ്ട് അതിൻ്റെ 1-2 ഭാഗം ഞാൻ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ ചോദ്യം എന്താ? സമസ്ത ഭിന്നിച്ചു എന്നത് ശരി എങ്കിൽ ഉസ്താദായിരുന്നില്ലേ ഇ കെ ഉസ്താദ്, ശംസുൽ ഉലമ അവറുകൾ, കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, എന്തിന് നിങ്ങൾ ഭിന്നിച്ചു പോന്നു എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ശർഇൽ അതിൻ്റെ കുഴപ്പം പറയണം. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ പറയുന്നത് അറിയോ? പറഞ്ഞു കൊടുക്കാണ് ആദ്യം എന്ത്, നമ്മൾ തന്നെയാണ് ഹക്ക്, അതിൽ സംശയമൊന്നും വേണ്ട, നമ്മൾ ഹക്കാണ്. മാത്രമല്ല അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, അപ്പുറത്തെ സമസ്ത ഉണ്ടാക്കിയത് തന്നെ നിയമവിരുദ്ധമാണ്. ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇ കെ ഉസ്താദും കണ്ണിയത്തും ഉസ്താദും നേതൃത്വം നൽകിയ സമസ്തയെക്കുറിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മളെ വയനാട് ദുരന്തത്തിന് ശേഷവും വലിയ ഇതിലുള്ളത് നമ്മൾ കേൾക്കൂലെന്നേ ഉള്ളൂ, എന്നാലോ നമ്മൾ കേൾക്കാത്തൊന്നും അതിലില്ലേ. സമസ്ത നിയമവിരുദ്ധമായി ഉണ്ടാക്കിയതാണ്, ഹക്ക് നമ്മുടെ കൂടെയാണെന്നാണ് പറയുന്നത്. ഉള്ളിൽ പോയി ആളുകളെ വിദ്വേഷം പഠിപ്പിച്ച് പുറത്ത് വന്നിട്ട് ഐക്യം പറയുമ്പോൾ ആ മറ ഞങ്ങൾ പൊളിച്ചിടൂല, നിങ്ങൾ മനസ്സിലാക്കണ്ട. ഐക്യമാവുകയാണെങ്കിൽ 2 നിലക്കും ഐക്യാവി, അത് ഞങ്ങൾക്കൊന്ന് കാണേണ്ടതുണ്ട്. ഇത് ഉള്ളിൽ ക്ലാസ് എടുക്കുന്നത് നമ്മളാണ് ഹക്ക്, അതിലെന്താ തർക്കം? അപ്പുറത്തെ സമസ്ത യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് മുശാവറ അംഗത്തിൻ്റെ ക്ലാസ് തന്നെ കിട്ടിയതുകൊണ്ട് അതിന് പ്രാമുഖ്യം നൽകുന്നു. മറ്റൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇടാം. പെരിന്തൽമണ്ണയിൽ നിങ്ങൾ ക്ലാസ് നടത്തിയപ്പോൾ എന്നെ അപ്പം തന്നെ വിളിച്ച് ലൈവായിട്ട് എന്നെ കേൾപ്പിച്ചതെന്ന കൂട്ടുകാരൻ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനതോ യാത്രയിലായിരുന്നു. അപ്പോൾ ഇതാണ് കൗമിൻ്റെ കഥ. അപ്പോൾ ഒരാളിനോട് വെച്ച് ഇതുപോലെ കാണൂലേ, എങ്ങനെ കാണാനാ? സ്വാഗതം പറയുന്ന ആളെന്നെ ഒരു സ്ഥലത്തെ നമ്മളാൾ, പിന്നെ ഇതാര് കാണാനാ? നിങ്ങൾ എങ്ങോട്ടായി പോകും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഉള്ളു മുഴുവൻ കാർന്ന് തിന്നു പോയിട്ടുണ്ട്, തോട് മാത്രമേ ഉള്ളൂ, ഒരു തട്ട് തട്ടാനേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതാ ഞങ്ങൾ പറഞ്ഞു, ആ തട്ടിനെ ഞങ്ങളെ വിളിച്ച് നിങ്ങൾ വരി, നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കാം. നിങ്ങളെ ഉലമാഇൻ്റെ ആ തോന്നിവാസങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ജോയിന്റ് സെക്രട്ടറി മുഹയ്യിസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ പറയുന്ന വമ്പിച്ച തെറികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പരസ്യമായി വെക്കാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടാണ് നിങ്ങൾ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ മഹോന്നതരായ മശായിഖന്മാരെ സമീപത്ത് നിങ്ങളുടെ ഉന്നത ആളുകൾ പോയിരിക്കുന്നത് ഞങ്ങൾ വീഡിയോ സഹിതം കാണിച്ചു തരാം. വരിങ്ങൾ വരുന്നില്ലല്ലോ, ഒരു 4 ആണത്തുള്ളവരയിൽ കണ്ടില്ലല്ലോ, അത് കാണൂല. അപ്പം നിങ്ങൾക്ക് ഇത് അറിയാം, അതൊക്കെ ഉള്ളതാണ്. ആർക്കും അതറിയാത്ത അല്ലെങ്കിൽ ഉള്ളതാണ്, ഇല്ലാത്തത് നമ്മൾ വിളിച്ചു പറയോ? അപ്പോൾ നോക്ക് നിങ്ങൾ,
അലവി സഖാഫിയുടെ ക്ലാസിന്റെ ഒരു ഭാഗം ആദ്യം കേൾപ്പിക്കും. തികച്ചും നിയമവിരുദ്ധമായ ഒരു സമസ്തയാണ് അപ്പുറത്തുള്ളതും തീരുമാനമാണ് അവരെടുത്തതും എന്നത് ഉറപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൂടെ ഹക്കുണ്ട് ഇത് തൊള്ളോട് ഇങ്ങനെ പറഞ്ഞാൽ പോലെ എങ്ങനെയാണ് ഈ ഹക്ക് എന്ന് കൂടി നമ്മൾ പഠിക്കണം. വിശദീകരിക്കാൻ സമയമില്ല. ഈ വല്ല കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ജലീൽ ഉസ്താദൊക്കെ പറയും. ഞാൻ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതാക്കൾ പുറത്തു പോയിരുന്നത്. 20 വർഷമായി സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചിട്ട് 20 കൊല്ലം സമസ്തയുടെ ജനറൽ ബോഡി വിളിക്കാതെ ഇങ്ങനെ നിലവിലുള്ള ആൾക്കാർ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോരുന്ന ആളാണ്. ആ കാലയളവിലും ഈ പുറത്താക്കൽ നടക്കുന്ന 89 വർഷക്കാല ഇളവിലും മുഷാവറയിൽ അലവി സഖാഫിയെ വിശദീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതില് ഞാൻ നോക്കുമ്പോൾ ഫുള്ള് ക്ലിപ്പാ. ബാക്കി ഞാൻ അടുത്ത പരിപാടി നമ്മൾ വൈലത്തൂർ അവിടെ ബാക്കി കൊടുക്കാം. 2 ക്ലിപ്പും കൂടി ഞാൻ തരാം. അതിലെന്താ പറഞ്ഞ്, യഥാർത്ഥത്തിൽ അപ്പുറത്തെ സമസ്ത നിയമവിരുദ്ധം. മനസ്സിലായില്ല? ഞങ്ങൾക്ക് അവിടെ ഒരു വ്യക്തത ആവശ്യമുണ്ട്. നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശറഇന്റെ നിയമമാണോ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ശറഇൽ ഇതിന്റെ തെറ്റെന്താണ് എന്നാണ്. അപ്പുറത്തെ സമസ്ത എന്നതിൽ ഇ.കെ. ഉസ്താദില്ലേ, കണ്ണിയത്ത് ഉസ്താദില്ലേ? ഞാൻ ചോദിക്കുന്നു, ഉസ്താദുമാരല്ലേ അവരെ നിങ്ങൾക്ക് എങ്ങനെ ഈ രൂപത്തിൽ ഖണ്ഡിക്കാനും അവർക്കെതിരെ സമാന്തരമുണ്ടാക്കി നിങ്ങളാണ് ഒറിജിനൽ എന്ന് പറയാൻ എങ്ങനെ മനസ്സുണ്ടായി? എന്നിട്ട് നിങ്ങൾ മറുപടി എന്താ പറഞ്ഞത്? എന്താ ഹക്ക് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ. എന്ത് ഹക്കാ നിങ്ങൾ ഇപ്പോൾ അതിന് പറഞ്ഞ്? ഞാനത് കേട്ടു മുഴുവനും. അധിക സ്ഥലങ്ങളിലുള്ളതും ഒരു സ്ഥലത്ത് പോലും ഇ.കെ. ഉസ്താദിന് ശറഇൽ ഇന്ന തെറ്റ് സംഭവിച്ചു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞതെന്താ? അധിക സ്ഥലങ്ങളിലും നമ്മൾ ശരീഅത്ത് വിവാദം വന്നപ്പോൾ 4ാം ക്ലാസ്സിലെ അഖ്ലാഖൊന്നും ഇല്ലട്ടോ, ഒന്നും തീരെയല്ല. നദ്വി സാഹിബിൻ്റെ കൂടെ ഇരുന്ന സംഭവമേ ഇല്ല. 3 തൊലാഖെല്ലിയാൽ 1 പോകുള്ളൂ എന്ന് പറഞ്ഞ പഴയ സീഡി ഇല്ല. ആ വർത്താനൊന്നും വിദേഹത്തിനെ കുറിച്ച് മിണ്ടാൻ പറ്റില്ല. കാരണം മുന്നിലുള്ളവർ ചോദിക്കൂലേ, അല്ലെങ്കിൽ എങ്ങോട്ടും ഇരിക്കണല്ലേ എത്താവോ ഈക്കനെ കുറിച്ച് പറയാന്ന്. ഇത് ചോദിക്കുന്നു കരുതിയിട്ട് ആ വർത്താനേ അല്ല. ആകെ പറഞ്ഞ എന്താ, ഷാബാനു കേസ് ശരീഅത്ത് വിവാദം വന്നപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. അത് ഇ.കെ. ഉസ്താദും എ.പി. ഉസ്താദും താജുൽ ഉലമയുമായിരുന്നു പോകാൻ തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനം ഇ.കെ. ഉസ്താദിനെ കൊണ്ട് മാറ്റിപ്പിച്ചു. ഇതാണ് അതിൽ അധികം പറയുന്നത്. ആ ഭാഗം ഒന്ന് കേൾക്കട്ടോ. ആ ഭാഗം മുപ്പരങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണെന്ത്, അങ്ങനെ പ്രധാനമന്ത്രിയെ ഡൽഹി യാത്ര അത് നിർത്തിച്ചു. എന്നിട്ട് അതിലൊരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ ഗൗരവമാണ്. ഐക്യത്തെക്കുറിച്ച് പറയുന്ന നിങ്ങളെ ഉള്ളു വ്യക്തമാണ് അതിൽ നിന്ന്. ആ ഡൽഹി യാത്ര മുടങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, നേരത്തെ തീവ്രമായി സുന്നി പറഞ്ഞിരുന്ന ഇ.കെ. ഉസ്താദ് അടക്കമുള്ളവരുടെ നിലപാട് മാറുകയും അവർക്ക് സുന്നിയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് ഇന്നും ഈ ആഴ്ചയിൽ പറഞ്ഞതാണ്. നിങ്ങൾ വിടാൻ പോകുന്നില്ല. ഇ.കെ. ഉസ്താദിന്റെ സുന്നിയിൽ പ്രശ്നമുണ്ടായി എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഏത് സുന്നിയിലാണ് പ്രശ്നം? അത് നിങ്ങൾ പറയുന്നില്ല ഇപ്പോഴും. നിങ്ങൾ അങ്ങനെ രഹസ്യാക്കിയിട്ട് കച്ചവടം നടത്തി വിജയിക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ അകത്തിറച്ചി വരെ ഞങ്ങളുടെ കയ്യിലാണ്. അത് ഓർമ്മ വേണം. പ്രസ്ഥാനത്തിന്റെ അകത്തിറച്ചി ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇവക്ക് അടുത്ത് പറയട്ടെ, അലവി സഖാഫി പറയട്ടെ. മുഴുവനും നടത്തി രാഷ്ട്രീയ നേതാക്കൾ അതിന് ചുവടുവെച്ചു. അങ്ങനെ അവർ അത് വേണ്ടതുപോലെ അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഉസ്താദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതോടുകൂടി ഡൽഹി യാത്ര മുടങ്ങുക മാത്രമല്ല ഉണ്ടായത്, അതുവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും സുന്നി ആദർശത്തിന്റെയും കാര്യങ്ങൾ തീവ്രമായി കണ്ടിരുന്ന ആ ആളുകൾ പിന്നീട് ആ ആദർശ പ്രതിബദ്ധതയിൽ നിന്ന് പിറകോട്ട് പോകുന്ന രംഗമാണ് സുന്നി കേരളം പിന്നീട് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് വിഭാഗീയതയിലേക്ക് പിന്നെ എത്തിച്ചേരുന്നത്. നമ്മൾ പഠിക്കണം, ചരിത്രം മനസ്സിലാക്കണം. വിശദീകരിക്കാൻ സമയമില്ല. 10 മിനിറ്റ് കൂടിയാണ് എനിക്കുള്ള സമയം. 1 മണിക്കൂർ കിട്ടിയാലും തൽക്കാലം കഴിയൂല. പറഞ്ഞു വന്നെന്താ, ഡൽഹി യാത്ര മുടങ്ങി. അവിടെ ഞങ്ങളെ ചോദ്യതാണ്, ഡൽഹി യാത്ര ആ തീരുമാനിച്ചതുപോലെ വേണ്ടാന്ന് അതിബ്ബാഉൽ ഖുലൂബിലെ ശംസുൽ ഉലമ പറഞ്ഞ അതാണ് അംഗീകരിച്ചാൽ പോരെ കൈമാരെ.
ഡൽഹിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ 4 ആൾ പോയാലും 8 ആൾ പോയാലും കാണാനുള്ളതൊക്കെ പ്രധാനമന്ത്രി തന്നെയല്ലേ? അതാണ് ഒരു ശരഴിയായ കാരണം. അത് നിങ്ങളൊന്ന് പരസ്യമായിട്ട് വന്ന് പറയുങ്ങൾ. എന്നിട്ട് ഡൽഹി യാത്ര മുടങ്ങിയതാണ് ആകെ ഒരു കാരണപ്പത. ഇത് ഞാൻ തിരിച്ചും മറിച്ചും കേട്ടു നോക്കി. ഇ.കെ. ഉസ്താദ് പറഞ്ഞത്രേ, ഇവിടെ സമസ്തയുടെ ചരിത്രം, അതിൽ വേണ്ടത് ചെയ്യാനുള്ള അധികാരം എനിക്ക് തരണം. അത് പറയാലോ, നിങ്ങളെ ഉസ്താദല്ലേ അവർ, അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദല്ലേ, അതിപ്പാവുൽ കുലൂബിൽ ഉന്നതരല്ലേ, ശൈഖല്ലേ സമസ്ത. ഇ.കെ. ഉസ്താദ് പറഞ്ഞാൽ കേട്ടുകൊടുത്താൽ പോരെ? എന്തിന് നിങ്ങൾ അതിന് ഭിന്നിച്ചു പോന്നു? എന്തിനിവിടെ പ്രശ്നം ഉണ്ടാക്കി? അതാളെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കണ്ടല്ലോ, കൊലപാതകങ്ങൾ ഉണ്ടാക്കി എന്തിനാ മഹല്ല് ഭിന്നിപ്പിച്ചത്? അപ്പൊ ഇയാള് പ്രവർത്തകരെ പറ്റിക്കുകയാണ്. അതൊക്കെ ഈ വിഘടിത ടീം ഉണ്ടാക്കിയതാണ്. വിഘടിത എന്നൊക്കെ പുറത്ത് പറയാൻ മടിയാ, ഉള്ളിലിതാണ് വിഘടിതർ. എന്നിട്ട് അതിൻ്റെ ഫലമാണ് അപ്പുറത്തെ സമസ്തയിൽ ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് അയാൾ കൂട്ടിച്ചേർക്കുകയാണ്. എനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും പറയുമ്പോൾ എനിക്കൊരു റാഹത്താണ്. കണ്ടെങ്കിലോ എൻ്റെ റാഹത്ത്. ഇവരാണ് ഐക്യം പറയുന്നത്, ഉള്ളിലിരുന്ന് ഐക്യം പറയുന്ന ടീമായത്. അതാ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ തട്ടിപ്പ് നിർത്തിയിട്ട് പുറത്തു വന്ന ആൾക്കാരോട് തൗബ ചെയ്യ്. അതും കൂടി കേട്ടോളൂ. ആദർശബോധവും പ്രതിബദ്ധതയുമുള്ള ജനങ്ങളും ഉലമാക്കളും പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും ഒന്നടങ്കം നമ്മുടെ സമസ്തയുടെ കൂടെ, നമ്മുടെ നേതാക്കളെ കൂടെ നിലയുറപ്പിച്ചു. നമ്മുടെ മദ്രസാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഅല്ലിങ്ങളെയും മുദരിസുമാരെയും മുത്തഅല്ലിമീങ്ങളെയും മർദ്ദിച്ചും പീഡിപ്പിച്ചും പ്രതികാര നൃത്തമാടിയ വിഘടിത വിഭാഗം മതരംഗത്ത് കലുഷിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊലപാതകങ്ങൾ അടക്കം നടത്തി. അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരാവർത്തനമാണ് ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. നമുക്കതിൽ സന്തോഷമില്ല, എന്നാലും ഇത് പറയുമ്പോൾ റാഹത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. നമ്മുടെ 1999 ലൈവില്ല എന്നുള്ള സമാധാനത്തിലാണ്. ലൈവില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീഡിയോ വരെ പുറത്താവുന്ന ഇയാൾക്ക് അറിയില്ലല്ലോ. അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചോദിച്ച് എങ്ങനെ കൊലപാതകം നടത്തി, എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, അതിനെല്ലാം തലയൂല. വിഘടിത വിഭാഗമുണ്ടാക്കി. ഈ വിഘടിത വിഭാഗം എന്ന സംഭവം തന്നെ നിങ്ങൾ ആ ഉസ്താദിനൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവുമോ? അപ്പൊ അതിന്റെ അടിസ്ഥാന കാരണങ്ങളല്ലേ നിങ്ങൾ ഇന്ന് പറഞ്ഞ മസ്അല എന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇ.കെ. ഉസ്താദിന്റെ മഹത്വം ഇന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇ.കെ. ഉസ്താദിനെ? എന്നിട്ട് ഇന്നും നിങ്ങൾ തൗബയുള്ള പരിപാടിയല്ല, ഒറ്റയ്ക്ക് വിളിച്ച് വിശദീകരണം നടത്തുകയാണ്. അത് വിലപ്പോവില്ല. ഇനിയും കാണിക്കാണ്ട് ബാക്കി നമുക്ക് വൈലത്തൂർന്ന് കാണാം. അടുത്ത പരിപാടി അവിടെയാണ്. അപ്പൊ ഈ രൂപത്തിൽ അവിടെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഒരു പ്രാവശ്യം പോലും 4ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ ആദാബുസ്സലാം എന്ന പാഠബുക്ക് കടന്നു വന്നില്ല. പറയാൻ കഴിയുന്നില്ല. ഒരു തവണ പോലും ഇ.കെ. ഉസ്താദിന്റെ കൂടെ അല്ലെ വഹാബിന്റെ കൂടെ ഇരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. 3 തലാഖില്ലാൽ 1 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വഹാബി ആശയം പറഞ്ഞപ്പോൾ ഇ.കെ. ഉസ്താദ് പ്രതികരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് കാരണം സ്വന്തം കൂടാരത്തിലിരുന്ന് തന്നെ വഹാബി ആശയം ദിവസവും പറഞ്ഞിട്ട് വലിയ ഒരു നേതാവിനും ഉണ്ടാൻ കഴിയണില്ല. പിന്നെ എങ്ങനെ ഈ വിഷയം പറയാൻ പറ്റും? ഇന്നിപ്പോൾ അത് ഉണ്ടാൻ കഴിയില്ല അവർക്ക്. അപ്പൊ ഇവിടെ അത് പറയുന്നേല്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇനിയും മർക്കസിലൊക്കെ മേഖലാ സമ്മേളനം വരുന്നുണ്ടല്ലോ, അതിൻ്റെ ലിസ്റ്റ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ആ സ്ഥലത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, രഹസ്യമായി പറഞ്ഞാൽ മതി. നിങ്ങൾ ബുദ്ധിമുട്ടാവണ്ട. നിങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, 4 തവണയാണ് ഒരു സ്ഥലത്ത് പറഞ്ഞ് ദയവ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടോ എന്ന്. അതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് മൊബൈൽ നേരത്തെ കൗണ്ടറിൽ വാങ്ങി വെച്ചു. പക്ഷെ ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് 2-3 മൊബൈൽ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ മൊബൈലിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ ഇക്കാലത്ത് റെക്കോർഡ് ചെയ്യാനിത്? ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഉസ്താദുമാരെ കുരുത്തക്കേട് തന്നെ തട്ടും റെക്കോർഡ് ചെയ്താൽ. ആ കാലൊക്കെ കഴിഞ്ഞു പോയി മക്കളെ. ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ക്ലാസ് എടുത്തോളി, അതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇതൊന്ന് പറഞ്ഞെടുത്തേക്ക്. ഏത് ശരഈയായ കാരണം, ഡൽഹി യാത്ര അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ചേളാരിക്കുള്ള യാത്ര, കൊളത്തൂർക്കുള്ള യാത്ര, ഇതൊന്നും ദീനിൽ കാരണമായി പറയാൻ പറ്റില്ല. ദീനിൽ എന്ത് പിഴവ് സംഭവിച്ചു ശരഇന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കണം. ആകെ പറഞ്ഞിരുന്നത് വഹാബി ബന്ധായിരുന്നു. അതിൽ നിങ്ങൾ
100% എത്തിയതുകൊണ്ട് ഇപ്പം മിണ്ടണില്ല. അത് നിങ്ങൾ മിണ്ടണം. എന്താ നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലെ അഖ്ലാഖൊന്ന് പറഞ്ഞു നോക്കിയാൽ എന്താണ് മുതലക്കുളത്തെ സമ്മേളനങ്ങൾ വിട്ടത്?